ഹായ് ഓൾ, വെൽക്കം ടു എജുബി. ഏറെക്കുറെ എല്ലാവരുടെയും സ്വപ്നമായിരിക്കും ഒരു കേന്ദ്ര സർക്കാർ ജോലി അല്ലെങ്കിൽ ഒരു കേരള സർക്കാർ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ ജോലി തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് കിട്ടുന്ന ഒരു മേഖലയാണ് ബാങ്ക് എക്സാമിൻ്റെത്. ബാങ്ക് എക്സാമിൽ തന്നെ ഓഫീസറിൻ്റെയും ക്ലർക്കിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് എക്സാംസ് വിളിക്കാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്നായിട്ട് കിട്ടാൻ സാധ്യതയുള്ളത് ക്ലർക്കിൻ്റെ എക്സാംസ് ആണ്. ക്ലർക്കിൻ്റെ എക്സാംസ് ആണ് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പെട്ടെന്ന് സാധിക്കുന്ന എക്സാം. കാരണം അതിൻ്റെ എക്സാം ലെവൽ കുറച്ചുകൂടി നമ്മൾ ഓഫീസറെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എളുപ്പമായിരിക്കും. പോയിട്ട് അതെന്താണ് നമുക്ക് 2 സ്റ്റേജേ വരുന്നുള്ളൂ, പ്രിലിംസും മെയിൻസേ വരുന്നുള്ളൂ, ഇൻ്റർവ്യൂ വരുന്നില്ല. സോ നമുക്ക് സ്റ്റേറ്റ് വൈസ് തന്നെ അപ്പോയിൻമെൻറ്റും കിട്ടും. അപ്പോൾ ക്ലർക്കായിരിക്കുന്ന ഒരാൾക്ക് കേരളത്തിൻ്റെ അകത്ത് ഇപ്പോൾ ഓപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഇനി വരുന്ന ബാങ്കിൻ്റെ ക്ലർക്ക് എക്സാംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഡേറ്റ് നമ്മൾ IBPS ക്ലർക്ക് 2026 എക്സാം ഡേറ്റ്. അപ്പോൾ IBPS എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കുറച്ച് പേർക്ക് ഡൗട്ട് കാണും. IBPS എന്ന് പറയുന്നത് 11 നാഷണലൈസ്ഡ് ബാങ്ക് ഒരുമിച്ച് നടത്തുന്ന എക്സാമാണ്. 11 നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്നത് ഗവൺമെൻറ് ബാങ്കാണ്. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ കാനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഇങ്ങനെയുള്ള 11 നാഷണലൈസ്ഡ് ഗവൺമെൻറ് ബാങ്കുകളുണ്ട്. ഈ 11 ബാങ്കും കൂടി ഒരുമിച്ച് നടത്തുന്ന എക്സാമാണ് IBPSൻ്റെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മാർക്ക് അനുസരിച്ചായിരിക്കും നമുക്ക് ഓരോ ബാങ്കിലും ഏത് ബാങ്കിലാണ് സെലക്ഷൻ കിട്ടുന്നതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ IBPS ക്ലർക്കിൻ്റെ എക്സാംസ് പ്രിലിംസ് വരുന്നത് ഒക്ടോബറിലാണ് വരുന്നത്. 10ഉം 11, ഒക്ടോബർ 10ഉം 11 IBPSൻ്റെ കലണ്ടർ ഇറക്കിയിട്ടുണ്ട്. അതനുസരിച്ച് വ്യക്തമായിട്ടുള്ള ഡേറ്റ്സ് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് ചേഞ്ച് ആവാൻ ഒരു സാധ്യതയും തന്നെ ഇല്ല. ദെൻ അതിൻ്റെ മെയിൻസ് വരുന്നത് ഡിസംബറാണ്. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി 6 മാസം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രഷർ ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു എക്സാമിന് ഇപ്പോൾ തുടങ്ങിയാൽ പോലും നമുക്കിത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ പിന്നെ വരുന്ന ഒരു ക്ലർക്കിൻ്റെയാണ് RRB ക്ലർക്ക്. RRB എന്ന് പറയുന്നത് കുറേ പേരെങ്കിലും കേട്ടാണ്. റീജിയണൽ റൂറൽ ബാങ്ക്, അതായത് കേരള ഗ്രാമീൺ ബാങ്ക് ആണ് കേരളത്തിൻ്റെ റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ കേരള ഗ്രാമീൺ ബാങ്ക് KGBയിലേക്ക് വിളിക്കുന്ന എക്സാമാണ്, ക്ലർക്കിൻ്റെ പോസ്റ്റിലേക്ക് വിളിക്കുന്ന എക്സാമാണ്. പ്രിലിംസ് വരുന്ന ഡിസംബർ 6, 12, 13 മെയിൻസ് വരുന്നത് ജനുവരി 13 വരുന്നത്. സോ അത് നമ്മുടെ മുന്നിൽ 6-7 മാസം ഇനിയും കിടപ്പുണ്ട്. അപ്പോൾ ഫ്രഷർ ആണെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കുക. ദെൻ അടുത്ത് വരുന്നതാണ് SBIയുടെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ടൊരു ഡേറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം അവർ നോട്ടിഫിക്കേഷൻ SBI സെപ്പറേറ്റ് ആണ് നടത്തുന്നത്. സോ SBIയുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഡേറ്റ് പറയാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഇതിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ക്ലർക്ക് പോസ്റ്റ് ആണെങ്കിൽ പോലും ഇതിൻ്റെ സാലറി നമ്മുടെ കയ്യിൽ ഒരു 50,000+ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി ഒരു PSC എഴുതുന്ന ആളെ സംബന്ധിച്ച് നമ്മൾ ഹൈ ലെവൽ പോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് സാലറി മാറി വരുന്നത്. പക്ഷേ ബാങ്ക് എക്സാമിൽ ഒരു ക്ലർക്കായിട്ട് കയറുന്ന ഒരാൾക്ക് പോലും 50,000 രൂപ ഇൻ ഹാൻഡ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുവാണ്, ഫസ്റ്റ് മന്ത് തന്നെ കിട്ടുവാണ്. സോ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എക്സാമും ഡിഫിക്കൽട്ടി ലെവൽ നോർമലി ബാക്കിയുള്ള എക്സാംസിനെ വെച്ച് നോക്കുമ്പോൾ ക്ലർക്കിൻ്റെ എക്സാമിന് ഡിഫിക്കൽട്ടി ലെവൽ വളരെ തന്നെ കുറവാണ്. സോ നമുക്കത് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് സ്പീഡിനെ മാത്രമേ ആവശ്യമുള്ളൂ. അത് ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പീഡ് നമുക്ക് എഴുതിയെടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ SBIയുടെ എക്സാം നമ്മൾ സെപ്റ്റംബർ ഒക്ടോബറിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. മെയിൻസ് വരുന്ന നവംബറിൽ. ഇത് കഴിഞ്ഞ തവണ നടന്ന ഒരു ഫോർമാറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർഷവും ഇങ്ങനെ വരാം എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് എക്സാക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ സെപ്റ്റംബറാണ് എക്സാം എന്നുണ്ടെങ്കിൽ അത് തൊട്ട് മുന്നേ 1 മാസം മുന്നേ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഓക്കെ, നോട്ടിഫിക്കേഷൻ വരുന്നു, പ്രിലിംസ് നടത്തുന്നു, മെയിൻസ് നടത്തുന്നു. IBPS ക്ലർക്കിൻ്റെ കാര്യം പറഞ്ഞു, RRB ക്ലർക്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഇതിൽ നമ്മളിപ്പോൾ ജൂൺ ജൂലൈ മന്താണ്. ഈ ഒരു ജൂൺ ജൂലൈ മന്തിൽ ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ബേസിക്സ് ക്ലിയർ ചെയ്യുക, അതിൻ്റെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ബേസിക്സ് പഠിക്കാൻ നിങ്ങൾക്ക് 2 മാസം കിടപ്പുണ്ട്. 60 ദിവസം കൊണ്ട് പഠിച്ചു തരാവുന്ന ബേസിക്സ് മാത്രമേ ബാങ്കിൻ്റെ പ്രിപ്പറേഷനുള്ളൂ. ആ ഒരു 2 മാസം കൊണ്ട് ബേസിക്സ് പഠിക്കുക. ഓഗസ്റ്റ് സെപ്റ്റംബർ മന്തിൽ സ്പീഡ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ മോക്ക് എടുക്കുക. മോക്ക് എക്സാം പല ആപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് അതിലെല്ലാം മോക്കുകൾ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രീ ആയിട്ടുള്ള മോക്കുകളുണ്ട്. ആ മോക്ക് എടുക്കും തോറും നമുക്ക് ഓരോ എക്സാമിനും സ്പീഡ് കൂട്ടി സ്കോർ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് വരാനായിട്ട് സാധിക്കും. പിന്നെ SBIയുടെ ലെവൽ മോക്സ് എടുക്കുക. ആ ഒരു മന്തിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മന്തിൽ എടുക്കുക. ഒക്ടോബർ മന്തിൽ IBPS ക്ലർക്കിനെ ഫോക്കസ് ചെയ്തിട്ട് മെയിൻസ് പ്രിലിംസ് മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യുക. നവംബർ മന്തിൽ മെയിൻസ് GA പ്രിപ്പറേഷൻ ചെയ്യുക. കാരണം പിന്നെ വരുന്ന നമ്മളിപ്പോൾ നോക്കിയ 3 എക്സാംസിനും നമ്മളിപ്പോൾ നേരത്തെ നോക്കിക്കഴിഞ്ഞ 3 എക്സാംസിനും
നമ്മൾ മെയിൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് നവംബർ ഡിസംബർ ജനുവരിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നവംബർ മന്തിൽ GA കൂടുതലായിട്ട് സ്ട്രെസ് കൊടുത്ത്, അതിന് മുന്നേ പഠിക്കണമെന്നല്ല, ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നുള്ളവർക്ക് അത്രയും നല്ലതാണ്. സപ്പോസ് നിങ്ങൾ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക, അതിൻ്റെ കൂട്ടത്ത് കറണ്ട് അഫയേഴ്സ് നോക്കുക. നവംബർ മന്ത് ആകുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് റിവിഷൻ ചെയ്യുക, പഠിച്ചതിനെ തന്നെ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. ദെൻ ഡിസംബർ ജനുവരി ആകുമ്പോൾ RRB ക്ലർക്ക് മെയിൻസ്, കാരണം അതിന് മുന്നേ IBPSന്റെ XBIയുടെ എക്സാംസ് കഴിയുന്നുണ്ട്. സോ ഡിസംബർ ജനുവരിയിൽ നമുക്ക് നല്ലപോലെ ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, RRBക്ക് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും ഈ എക്സാംസ് തമ്മിൽ എന്ത് ചെയ്യില്ല, ക്ലാഷ് വരത്തില്ല. കാരണം ഒരു എക്സാമിന്റെ പ്രിലിംസിന് വേണ്ടി നോക്കുന്നത് തൊട്ടടുത്ത മാസം അടുത്ത എക്സാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ഉപയോഗപ്പെടും. അപ്പോൾ നമ്മൾ ഗ്രാജുവലി എന്ത് ചെയ്യുക, ഈ ഒരു പ്രിപ്പറേഷന്റെ സ്പീഡ് കൂട്ടി വരിക, അതിനുള്ള ഇന്റൻസിറ്റി കൂട്ടി വരിക. അപ്പോൾ ഈ ഒരു ക്ലർക്കിന്റെ എക്സാം നിങ്ങൾ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോലും എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. സോ എല്ലാവരും നല്ലപോലെ പ്രിപ്പറേഷൻ ചെയ്യുക. വരുന്ന ഏതെങ്കിലും ഒരു ബാങ്കിന്റെ എക്സാംസ് എഴുതിയെടുക്കാൻ ശ്രമിക്കാം. നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. താങ്ക് യു.